നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങൾ ഇത് ചെയ്യുന്ന വിഷയങ്ങൾ, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ അസീം മുനീർ, അദ്ദേഹം പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറലാണ്. അതാണ് മൂന്ന് ഇതിൻ്റെയും ഹെഡാണ് അദ്ദേഹം അമേരിക്കയിൽ വരികയും ട്രംപ് അദ്ദേഹത്തെ പുകഴ്ത്തി വളരെ സംസാരിക്കുകയും അദ്ദേഹവുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്കാരെ കലീമ ചൊല്ലി വധിച്ചതിന് ശേഷം ഈ ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഉണ്ടാകുകയും അത് ട്രംപ് ആണ് ഇടപെട്ട് തീർത്തതെന്ന് ട്രംപ് വീരവാദം ഒഴുക്കുകയും, എന്നാൽ ഇന്ത്യൻ നേതൃത്വം പറഞ്ഞത് ഞങ്ങൾക്ക് മൂന്നാമതൊരു കക്ഷിയെ ആവശ്യമില്ല ഈ ഒരു കാര്യത്തിലെന്ന് ഇന്ത്യൻ സർക്കാരിൻ്റെ നയം, അത് കാലാകാലങ്ങളായിട്ടുള്ള നയം. എന്നാൽ ഈ അസീം മുനീർ എന്ന വ്യക്തി എന്താണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്നാണ് നമ്മളിന്ന് അറിയുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നത് മിഥുനോടാണ്. മിഥുൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ചോദിക്കുന്നത്. വിക്ടർ ഭായ്, പാകിസ്ഥാൻ ആർമിയുടെ മെയിൻ ബിസിനസ് അറിയാമോ? അവരുടെ ബിസിനസ് പ്രൊട്ടക്ഷൻ ഓഫ് കൺട്രി ആണോ അതോ പണം ഉണ്ടാക്കലാണോ? വലിയൊരു ചോദ്യമാണത്. ഒരു പക്ഷേ ഒരു ക്ലൂ കൂടെ തരാം. വ്യക്തികളായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷെ ഒരു രാഷ്ട്രം എന്നുള്ള സംഘടന എന്ന നിലയിലും അവരുടെ അതിർത്തി സംരക്ഷിക്കുക ആയിരിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളിന് പറഞ്ഞാൽ ബജ്വ എന്ന് പറയുന്ന അവരുടെ ഒരു മുൻ മിലിറ്ററി ചീഫ്, അയാളുടെ ഒരു ആസ്തി ഒന്ന് ഊഹിക്കുക. ഒരു ആർമി ചീഫിന്റെ ഒരു ആസ്തി എത്രയായിരിക്കും? നീതിബോധത്തോടെ ജോലി ചെയ്തൊരു ആസ്തി എത്രയായിരിക്കും? $1 ബില്യൺ, $2 ബില്യൺ. $50 ബില്യൺ ബജ്വയുടെ ആസ്തി. പറ്റും, ഗൂഗിൾ ചെയ്ത് നോക്ക്. പക്ഷെ ഗൂഗിളിൽ അത് എത്രമാത്രം യാഥാർത്ഥ്യത്തോടെയാണ്? ഗൂഗിളിൽ പലതും നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ്? ഏത് സോഴ്സ്? താങ്കളുടെ സോഴ്സ് പറയൂ. ഇല്ല, നമുക്ക് വിഷയം അതല്ല പറയുന്നത്. 50 ഇല്ല, ഒരു ബില്യൺ എങ്ങനെ ഒരു കഴിച്ചിട്ട് ഒരു ബില്യൺ എങ്ങനെ ആർമി ചീഫിന് എങ്ങനെ ഉണ്ടാവുന്നത്? കൈക്കൂലി വാങ്ങാൻ പറ്റില്ല അല്ലേ? പക്ഷെ 50 ബില്യൺ കൈക്കൂലി ആരാ കൊടുക്കണേ? ഓക്കെ, അതിലേക്കാണ് കടന്നു വരുന്ന സുഹൃത്തുക്കളെ. ഞാൻ ഇനി ഉത്തരം പറയാം. പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇന്റലിജൻസ് കളക്ട് ചെയ്യുക. ഫോർ ഹൂം? നാറ്റോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഇന്ത്യയുടെ കളക്ട് ചെയ്യുക, ഓക്കെ, ചൈനയുടെ കളക്ട് ചെയ്യുക. പിന്നെ ആർക്കും അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് നീതിബോധം അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രബോധം ഒന്നുമില്ല. ആർക്ക് വേണ്ടിയാണോ അത് അവർ വരുന്നു, ഒരു സെറ്റപ്പ് ചെയ്യുന്നു. അതായത് ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇന്റലിജൻസ് വേണം, ഇന്ത്യയിൽ വേണം, ഇറാനിലെ ഇന്ത്യയിൽ വേണം, ഇന്ത്യയുടെ ഇന്ത്യയിൽ വേണം, ഓക്കെ, ചൈനയുടെ ഇന്ത്യയിൽ വേണം. അതായത് രാജ്യം ചുറ്റപ്പെട്ട് കിടക്കുന്ന ജോഗ്രഫി ആലോചിക്കും. ഇന്ത്യയുടെ ഷെയർ ചെയ്യണം ബോർഡർ, പാകിസ്ഥാൻ ചൈന ഷെയർ ചെയ്യാണ്, പിന്നെ ഇറാനോട് ഷെയർ ചെയ്യാണ്, ബോർഡർ ഷെയർ ചെയ്യണം അല്ലേ. പിന്നെ അവർ ആളുകൾക്ക് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകാം അല്ലേ, കാരണം പേഴ്സ് സംസാരിക്കില്ല, ഉറുദു സംസാരിക്കും, അവിടുന്ന് ഇന്ത്യയിൽ കളക്ട് ചെയ്യാം അല്ലേ. അപ്പം സംഭവം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും വലിയ ബിസിനസ് ഇന്ത്യയിൽ കളക്ട് ചെയ്ത് വിറ്റ് പണം ഉണ്ടാക്കുക. ഇപ്പൊ സംഭവം എന്ന് പറയുന്നത് ഈ കേട്ടുകേൾക്കുള്ള കാര്യമാണോ? അതായത് ഈ ട്രംപ് ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തിന്റെ ആർമി ചീഫിന് വിരുന്നൊരുക്കുകയാണ്. ഓക്കെ, വിരുന്നൊരുക്കുകയാണ്, കേട്ടുകേൾവില്ല. ഓക്കെ, ആർമി ചീഫിന് വിരുന്നൊരുക്കുക. ഓക്കെ, പ്രധാനമന്ത്രിയുടെ കൂടെ വരികയാണെങ്കിൽ ഒക്കെ ഭക്ഷണം കൊടുക്കുക, കുഴപ്പമില്ല. ഇത് പ്രധാനമന്ത്രി ഇല്ല, എന്താ പറയുക, സിവിലിയൻ ആയിട്ടുള്ള ഒരു നേതാവ് പോലും ഇല്ല. അദ്ദേഹം മാത്രം വരുന്നു. വൈറ്റ് ഹൗസിൽ ഇന്ന് ബുധനാഴ്ച 1 മണിക്ക് അദ്ദേഹത്തിന് അടച്ചിട്ട് മുറിയിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അതിന് പുറകിൽ കാരണം വേറെ ഒന്നുമല്ല. ഇതിനു മുമ്പ് വൈറ്റ് ഹൗസിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പട്ടാളമാറിൽ കൂടെ അധികാരം പിടിച്ചെടുക്കുന്ന സിയാവുൾ ഹക്കും പിന്നെ പർവേസ് മുഷറഫിനൊക്കെ അറിയില്ല, അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഇതുവരെ അധികാരം പിടിച്ചെടുക്കിയിട്ടില്ല. ഇയാൾ വെറും ഒരു ആർമി ചീഫ് മാത്രമാണ്. കാരണം വേറെ ഒന്നുമല്ല, അമേരിക്ക ഇന്ത്യയിൽ വേണം. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യയിലായിരിക്കാം, ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്ന് ഇറാൻ്റെ ആയിരിക്കാം. ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ബോർഡറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക യൂസ് ചെയ്യണം. അതായത് നമുക്കിതിൽ വലിയ കഥയൊന്നും അത് ഓരോ രാജ്യങ്ങളുടെ രീതിയാണ്, അവർ അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. കാരണം ഇറാനുമായി ബന്ധപ്പെട്ട് അവർക്ക് കരമാർഗം അവർക്ക് ബൗണ്ടറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഇറാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് അസീം മുനീറിന് അറിയാൻ പറ്റുമോ അത് അമേരിക്ക ഷെയർ ചെയ്യാൻ പറ്റുമോ അല്ലേ. അപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, ചെക്ക് കൊടുക്കുക, പൈസ കുറ്റം പറയാൻ പറ്റും. ദരിദ്ര രാജ്യം, അയാൾക്ക് അയാളുടെ മക്കളൊക്കെ അമേരിക്കയിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞു വരാൻ പോണ കാര്യം എന്ന് പറയുന്നതിൽ വലിയ കഥയുള്ള കേസല്ല. കോൺഗ്രസ് പാർട്ടി ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. മോഡിയുടെ വിദേശ നയത്തിലെ പരാജയം എന്ന് പറഞ്ഞ് BJP ആക്രമിക്കുന്നു, സർക്കാരിനെ ആക്രമിക്കുന്നു. അത് ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് അതിന്റെ ഞാൻ അത്രയും പറഞ്ഞു വെച്ചിട്ട് ഇതിൽ സർക്കാരിനെ ആക്രമിക്കേണ്ടവർ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, ഇത് അമേരിക്കയും ആ മിലിറ്ററി ജനറലുമായിട്ടുള്ള ബന്ധമാണ്. അതിൽ BJPയോ മോഡിയെയോ
കടന്നാക്രമിച്ചിട്ട് എന്താ കാര്യം? കാരണം കഴിഞ്ഞ 75 വർഷം എന്താണ് നെഹ്റു കുടുംബവും ഗാന്ധി കുടുംബവും കാഴ്ചവെച്ചതിൻ്റെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഉണ്ടാവില്ലായിരുന്നു ഈ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹ റാവു ഒക്കെ മര്യാദയ്ക്കായിരുന്നു ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ ഈ പറഞ്ഞ ആക്രമിക്കുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് മോഡി വിരോധം എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ? ക്വിക്ക്ലി വിത്തിൻ 1 minute. അതിൽ പല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളും അതിൽ പങ്കായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇന്നും മോഡി നെഹ്റുവിൻ ആശയങ്ങൾ വിട്ടിട്ട് എന്നേക്കുമായിട്ട് ഇന്ത്യയെ സുരക്ഷമാക്കുകയും അതും ചേർന്ന് കൂട്ടുകെട്ടുമായിട്ട് ചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് ഈ വിഷയത്തെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരേ ഒരു മുസ്ലിം രാജ്യമാണ് ന്യൂക്ലിയർ ഉള്ളത്. ഓക്കെ, അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രിട്ടിക്കലായിട്ട് യുദ്ധം നടക്കുകയാണ് വേറൊരു മുസ്ലിം രാജ്യമായിട്ട്, അതും അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ട്രംപിൻ്റെ ഈ പറയുന്നൊരു കൂടിക്കാഴ്ച. ട്രംപിന്റെ ആവശ്യം മാത്രമുണ്ട്. ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമുള്ള എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അടുത്ത വിഷയത്തിലേക്ക് കിടക്കുക. അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ചോദ്യം, F-35 ലാൻഡ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ, അദാനി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് കേൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. F-35 കൊച്ചിയിലുള്ള വരവ്, തിരുവനന്തപുരത്തെ വരവ് ഒരു ആകസ്മികമാണോ, ഇതൊരു മുന്നറിയിപ്പാണോ? ഇതിന് ഞാൻ കുറച്ച് ബന്ധിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്തിന് അതിൻ്റെതായ ഒരു പ്രാദേശിക ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണി അന്ന് അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചൈനയുമായിട്ടൊരു ഏറ്റുമുട്ടൽ വന്നു കഴിഞ്ഞാൽ ആ ദിവസം ഞങ്ങളോട് വന്ന് സഹായം ചോദിക്കരുത്. ഞങ്ങൾക്ക് 5 ലൊക്കേഷൻസ് വേണം. ഇന്ത്യ, സിംഗപ്പൂര്, ഏഷ്യയിൽ ഞങ്ങൾക്ക് 5 എയർപോർട്ടിൽ ലാൻഡിങ്ങും മെയിൻറ്റെയിൻ. ഇപ്പം നമ്മൾ സിംഗപ്പൂർ പായ ലിബർ ഉണ്ട്. അങ്ങനെ ഈ അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് എയർപോർട്ടുകളുണ്ട്. അങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് തിരുവനന്തപുരമാണെന്ന് ചോദിച്ചത് AK ആന്റണിയോട്. പക്ഷെ ഞാൻ കേട്ടിരുന്നത് ഇതുകൾ വെച്ച് അന്നൊരു അമേരിക്കൻ ജനറൽ വന്ന് പറഞ്ഞു, തത്വത്തിൽ ഇന്ത്യ AK ആന്റണി അംഗീകരിച്ചിരുന്നു തിരുവനന്തപുരം എയർപോർട്ട് അമേരിക്കൻ മിലിറ്ററി വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ അതിനെപ്പറ്റി മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷേ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അന്നാളിൽ ആന്റണി തത്വത്തിൽ അംഗീകാരം ഈ ചർച്ചകൾക്ക് ശേഷമാണ് ആ ജനറൽ വന്ന് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചത് 5 ലൊക്കേഷൻസ്. ഇപ്പോൾ അവർക്ക് ഓൾറെഡി കൊറിയയിലുണ്ട്, ബൂസാനുണ്ട്, ഇവിടെ ജപ്പാനിൽ യൊക്കോട്ടയുണ്ട്, അങ്ങനെ ഡിയാഗോ ഗാർസിയ ഉണ്ട്. അപ്പോൾ ആ ചെയിനിൽ തിരുവനന്തപുരത്ത് ഒരു ബേസ് വേണം എന്ന് അമേരിക്കയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കല്ല. കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് നാറ്റോ സഖ്യം, അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിന് മേലെ അമേരിക്കയുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ബ്രിട്ടന്റെ HMS എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഈ F-35 വന്നിരിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നതാണ് തിരുവനന്തപുരം എയർപോർട്ട്. കാരണം ചൈനയെ കണ്ടെയ്നിങ് ചൈന ചില്ലറ കാര്യമല്ല. അതിനുശേഷമാണ് ആന്റണി ഉള്ള സമയത്ത് മലബാർ എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക, പിന്നെ ഏതോ രാജ്യം കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ മലബാർ എക്സർസൈസ് കഴിഞ്ഞിട്ട് രണ്ടാമത് മോഡി വന്ന കാലഘട്ടത്തിൽ അതിനെ ക്വാഡാക്കി. വിഷയം അവിടെയാണ് ഞാൻ എത്തുന്നത്. ക്വാഡ് എന്തിനാ? കണ്ടെയ്നിങ് ചൈനയാണ് വിഷയം. അപ്പൊ ഇന്ന് പറയുന്നത് ഇന്ധനമില്ല, ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ്. ഒരു പക്ഷെ അതിനെപ്പറ്റി കുറെ പല സാമൂഹ്യ വിഷയങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള കോൺസ്പിറസി തിയറീസ് വരുന്നുണ്ട്. പക്ഷേ അമേരിക്ക മുമ്പ് തിരുവനന്തപുരം എയർപോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കിന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആരോപണമല്ല, ഇത് വാസ്തവമാണ്. താങ്കൾക്ക് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാം. AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അമേരിക്ക ആവശ്യപ്പെട്ടതാണ് തിരുവനന്തപുരം. എന്തിനായിരിക്കും ആവശ്യപ്പെട്ടിരുന്നത്? ചൈന, കണ്ടെയ്നിങ് ചൈനയും. കാരണം ഇൻഡോ പസഫിക്കില് സ്ട്രെങ്ത് ഇല്ല. കപ്പലുകൾ കൊണ്ടിട്ട് ഈ ചൈനയായിട്ട് ഒരു പ്രശ്നം വന്ന് തായ്വാനെ പിടിച്ചെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, സ്ഥലം അന്വേഷിച്ചിട്ട് വിമാനം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് ഇന്ത്യ പറയണേ ഇവിടേക്ക് വരണ്ട. അപ്പം ഇന്ത്യനെയും ആക്രമിക്കും, അവരെ ആക്രമിക്കും, ചൈന ഒറ്റ പിടിക്കും. അപ്പം അമേരിക്ക അന്ന് മുൻകൂട്ടി കണ്ടതായിരിക്കാം. അത് പ്രസിഡന്റിനല്ല അതിൻ്റെ അധികാരം, രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുന്നുണ്ട്. പക്ഷേ ഡിഫൻസ് സെൻകോം ആണ്, ആ കമാൻഡറാണ് അന്ന് പുറത്തു വന്ന് പറഞ്ഞത്. അപ്പം അതിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പ്ലെയിൻ
പെട്രോൾ അടിക്കാൻ വന്നപ്പോൾ വണ്ടി ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. ഇത് പെട്രോൾ അടിക്കാൻ വന്ന പെട്രോൾ അടിക്കുന്ന ആള് പെട്രോൾ പേപ്പറുകളും മാധ്യമങ്ങളും പറയുന്നത് പെട്രോൾ അടിക്കാൻ വന്നതാണ്. പെട്രോൾ അടിക്കാൻ പോയ വണ്ടി പെട്രോൾ പമ്പിൽ വന്നപ്പോ ടയറും പഞ്ചറായെന്ന് പറയണേ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി അടുത്ത വിഷയം നിലമ്പൂർ വിഷയം. നിലമ്പൂർ ഫേവറേറ്റ് എന്തായിരിക്കും നിലമ്പൂർ അവസ്ഥ? കേരള ജനം എന്നും ഞാനൊരു കാര്യം പറയട്ടെ, ചിലപ്പോൾ ഇതിനിരുന്ന് ചിരിക്കും, ചിലപ്പോൾ ആ ഒരു രാഷ്ട്രീയ പക്വത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ജനാധിപത്യത്തിന് അതിന്റെ വിലയുണ്ട്. മിഥുൻ ഇന്ന് ഇറാനിലല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ സൊമാലിയയിലല്ല ജീവിക്കുന്നത്, ലെബനനിലല്ല ജീവിക്കുന്നത്, സിറിയയിലല്ല ജീവിക്കുന്നത്. ആ രാജ്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കാന്നായിരിക്കും. അവിടെയാണ് ജനാധിപത്യത്തിന്റെ മഹത്വം. ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, ഭക്ഷണം കഴിക്കാനില്ല എന്നുണ്ടാവും. സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ട്. മാതൃരാജ്യം ആയതുകൊണ്ടല്ല, ജനാധിപത്യം ആയതിന്റെ ഗുണഫലങ്ങളുണ്ട്. ജനാധിപത്യം ക്ഷമിക്കണം, നരേന്ദ്ര ദാമോദർ മോഡിയാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. ജനാധിപത്യം ഗ്രീസിൽ പണ്ട് ആയിരങ്ങൾക്ക് വർഷമുണ്ട്. താങ്കൾ ഇന്ന് അമേരിക്കയിൽ ജീവിക്കണമെങ്കിലും ഒരു വെറും കൂറ ഇന്ത്യക്കാരനാ. സായിപ്പ് വരുമ്പോ അവന്റെ മുമ്പിൽ ഒരു ഇന്ത്യക്കാരനാ. എന്നോട് എനിക്ക് തോന്നിട്ടില്ല. നമുക്ക് അല്ല സായിപ്പ് ഞാൻ പറഞ്ഞത് അറബ് രാജ്യങ്ങളെ പോലെ അറബി വന്നിട്ട് കാർപ്പിച്ച് തുപ്പുന്നോ തല്ലുന്നോ അടിമയായിട്ട് ഇടുന്നോ അല്ല ഞാൻ പറഞ്ഞേ. നിനക്ക് പാസ്പോർട്ടും തരും, നിനക്ക് സിറ്റിസൺഷിപ്പും തരും, നിനക്ക് തുല്യതയും തരും. പക്ഷെ എവിടെയോ ചെറുതായിട്ട് കാരണം സായിപ്പിനെ അങ്ങോട്ട് തിരിച്ചടിക്കുന്ന കാപ്പിരികളും ഉണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ ആണ് താങ്കൾ എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് താങ്കൾ അതിൽ ഇടപെടാത്തത് കൊണ്ടാണ്. പക്ഷെ വളരെയധികം ഇപ്പൊ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ദുബായോ ഒക്കെ ആയിട്ട് വെച്ച് കണക്ക് കൂട്ടുമേ ഒരു 10,000 മടങ്ങ് മേലോട്ടാണ് നമ്മൾ ജനാധിപത്യം ആയതുകൊണ്ട്. സായിപ്പ് വന്നാലും പോട സായിപ്പ് എന്ന് പറയാം. ഇനി ആരടത്തേണ്ടിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിലമ്പൂരിലേക്ക് വരണേ. ആ ജനാധിപത്യത്തിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞു വന്നത്. ജനാധിപത്യം, മതേതരത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിലമ്പൂരൊക്കെ 65% മുസ്ലിം വോട്ട്. പക്ഷെ അവിടെ അള്ളു വെച്ചിരിക്കുകയാണ്. ഈ നിലമ്പൂര് 65% ഇസ്ലാമിക വോട്ടും ബാക്കി 35% ഹിന്ദു ക്രൈസ്തവ വോട്ടിലും അള്ളു വെച്ചിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ. ഒരുത്തൻ അൻവർ നിൽക്കണ്, ഇവിടെ ഷൗക്കത്ത് അലി നിൽക്കണ്, അപ്പുറത്ത് സാദിഖ് എന്ന് പറഞ്ഞ SDP ആയിട്ട് നിൽക്കണ്. തൃണമൂല് ഇത് നമ്മൻ്റെ ആള് തന്നെയാണ്. ഞാൻ പച്ചയ്ക്ക് തുറന്ന് പറയും. അവിടെ കൊണ്ടുവന്നാണ് ഒരു കാഫിർ ജയിക്കാൻ പോകുന്നത് M സ്വരാജ്. ഞാൻ പറഞ്ഞു കേട്ട ട്രെൻഡുകൾ, ഞാൻ നിലമ്പൂരുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുള്ള ട്രെൻഡുകൾ വെച്ചിട്ട് ഞാൻ ഇടതുപക്ഷമായിട്ടും സ്വരാജായിട്ടും ചേർന്ന് പോകുന്ന എൻ്റെ പ്രത്യയശാസ്ത്രം അതല്ല. എന്നാലും ഒരു കാഫിർ ജയിക്കട്ടെ, 65% ഒരു കാഫിർ ജയിച്ച് കാണിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ മോഹമുള്ളൂ. ഒരു കാഫിർ ജയിക്കട്ടെ എന്ന്. ഒരു അവൻ്റെ നാടാന്നാ പറയണേ, പക്ഷെ അവൻ ജയിച്ച് കാണിക്കട്ടെ. എവിടെ എങ്ങോട്ട് ശ്രീരാമകൃഷ്ണനൊക്കെ ജയിച്ചിട്ടുണ്ട്, പക്ഷെ അത് വേറെ കഥ, അത് വേറൊരു ഇത്. ഇവിടെ ഒരു കാഫിർ ജയിച്ച് കാണിക്കട്ടെ, എന്നാൽ മാത്രമാണ് ഈ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നാളെ പുതിയ വാർത്തകൾ ശുഭദിനം.